ഓം നമഃശിവായ. 2025 മെയ് മാസം 18-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവമാസം 4-ാം തീയതി രാത്രി 9:30 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി മിഥുനക്കൂറ് നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1, 2, 3 പാദക്കാരായ നക്ഷത്രക്കാർക്കും രാഹു 9-ാം ഭാവത്തിലേക്കും കേതു 3-ാം ഭാവത്തിലേക്കും വന്നിരിക്കുകയാൽ ഈ കാലത്ത് രാഹുവിൻ്റെ സഞ്ചാരഫലമായി മിഥുനക്കൂറ് നക്ഷത്രക്കാർക്ക് ഏത് കാര്യത്തിന് ശ്രമിക്കുമ്പോഴും അവിചാരിതങ്ങളായ കാര്യതടസ്സങ്ങളും ശത്രുക്കളിൽ നിന്നുമുള്ള നിരന്തര ശല്യങ്ങൾ നിമിത്തമായി അതികഠിനമായ ഭയത്തിന് വിധേയനാകുകയും തടങ്കൽ പോലെയോ അതിന് സമാനമായ അനുഭവങ്ങളോ ഉണ്ടാകുകയും അല്ലെങ്കിൽ രോഗപീഡിതനായി ശയ്യാവലംബിയായി കഴിച്ചുകൂട്ടേണ്ടി വരികയോ അനുഭവം ആകുവാൻ സാധ്യത ഉള്ളതിനാൽ ഇതിന് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ കേതുവിൻ്റെ സഞ്ചാരഫലമായി വളരെ ശ്രദ്ധാപൂർവവും ഊർജ്ജസ്വലവുമായ ഇടപെടലുകളാൽ ക്രയവിക്രയങ്ങളിൽ നിന്ന് വർദ്ധിച്ച തോതിലുള്ള ധനലാഭവും ശത്രുക്കളുടെ നാശമോ ശത്രുക്കളുടെ മേൽ വിജയങ്ങളോ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ദോഷശാന്തിക്കായി ഓം ഐം ഹ്രീം രാഹുവേ നമഃ, ഓം ഹ്രീം ഐം കേതുവേ നമ എന്നീ മന്ത്രജപങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. മോഹന ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.